നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19 ശനിയാഴ്ച, മേടം 6. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്നു. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പ്രതീക്ഷിക്കുന്നു. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്നോടിയ നടൻ ഷൈൻ ടോം ചാക്കോ ഇന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകും. ഷൈനെ സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. പരിശോധനയ്ക്കിടെ എന്തിനാണ് ഓടിയത് എന്നതിലാണ് ചോദ്യം ചെയ്യൽ. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇന്ന് വൈകിട്ട് 3 മണിക്ക് പോലീസിന് മുന്നിൽ ഹാജരാകും എന്നാണ് ഷൈൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ പരിശോധനയ്ക്കിടെ ഷൈൻ ഓടിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. എന്താണ് പോലീസിന്റെ തുടർ നീക്കം? അവരെന്താണ് ആലോചിക്കുന്നത്? 3 മണിക്ക് ഹാജരാകും എന്ന് തന്നെയാണോ പോലീസ് പ്രതീക്ഷിക്കുന്നത്? റിയത്ത് ഇന്ന് 3 മണിക്ക് ഹാജരാകുമെന്നുള്ളതാണ് ഇന്നലെ ഷൈന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതിനു മുൻപ് ഹാജരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. നേരത്തെ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ 9 മണിയോടുകൂടി ഹാജരാകണം. അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, എന്തിന് ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസിനെ കണ്ടപ്പോൾ ഓടി, അതിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കേസ് എടുത്തിട്ടില്ല. ഷൈന്റെ കയ്യിൽ നിന്ന് ഷൈൻ താമസിച്ച മുറിയിൽ നിന്നൊന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. പക്ഷേ പോലീസിനെ കണ്ടപ്പോൾ എന്തിനു ഓടി രക്ഷപ്പെട്ടു, അതും ഇത്ര സാഹസികമായി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതിൽ ഒരു വിശദീകരണമാകും ഷൈന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുക. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആവശ്യമെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ലഹരി ഒളിപ്പിക്കാനോ ഷൈൻ ശ്രമിച്ചു എന്ന് പോലീസിന് സംശയമുണ്ടെങ്കിൽ സ്വാഭാവികമായും രാസപരിശോധനയ്ക്ക് വേണ്ടി ഷൈന്റെ മുടിയോ സ്രവങ്ങളോ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഷൈൻ എങ്ങനെ പോലീസിനോട് പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസും തീരുമാനിക്കുക. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഹോട്ടലിലെ ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പോലീസിന് മുമ്പിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പും പോലീസിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ലഹരി ആരോപണവുമായി ബന്ധപ്പെട്ട നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം ലഭിച്ച ശേഷം നടപടിയെടുക്കാൻ താരസംഘടനയായ അമ്മ. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അമ്മ കടുത്ത നടപടി തന്നെ സ്വീകരിച്ചേക്കും. സംഘടനാ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളും ഷൈനിൽ നിന്ന് വിശദീകരണം തേടി നടപടിക്ക് ശുപാർശ ചെയ്യും. ഫിലിം ചേംബറും തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരും. ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ഫിലിം ചേംബറിന്റെ ആലോചനയിലുണ്ട്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെ നടപടി കർശനമാക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നിന്ന് ആരംഭിക്കുന്ന മോർണിംഗ് ഷോ അച്ചാംതുരുത്തി ദ്വീപ്, മടക്കര ഹാർബർ എന്നിവിടങ്ങളിലെത്തും. വൈകുന്നേരം കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിൽ നടക്കുന്ന സമാപന സമ്മേളനത്തോടെ ജില്ലയിലെ യാത്ര അവസാനിക്കും. ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ് ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി SKN സപ്തഭാഷാ സംഗമഭൂമിയിലേക്ക് എത്തുന്നു. കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ വിശേഷങ്ങൾ SKNിലൂടെ ഇന്ന് ലോകമറിയും. അരുത് ലഹരി, അരുത് അക്രമം എന്ന മുദ്രാവാക്യമുയർത്തി എൻ്റെ കേരളം എൻ്റെ അഭിമാനമെന്ന സന്ദേശവുമായി ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോ ഇന്ന് നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നിന്ന് ആരംഭിക്കും. തേജസ്വിനി പുഴയുടെ ഓളപ്പരപ്പുകളിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയിൽ സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, ഉണ്ണിരാജ, ഷുക്കൂർ വക്കീൽ, ഗംഗാധരൻ വക്കീൽ, DYSP സിബി തോമസ് എന്നിവർ സിനിമാ വിശേഷങ്ങളും ലഹരി വിരുദ്ധ ചർച്ചകളുമായി SKNിനൊപ്പം ചേരും. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ പരിപാടിക്ക് ശേഷം അമ്പലത്തറ സ്നേഹവീട്ടിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കൊപ്പം SKN സംവദിക്കും. ശേഷം ഉദുമ മുല്ലച്ചേരിയിൽ നടക്കുന്ന വിഷു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും. കാസർഗോഡ് നഗരത്തിലെ നെല്ലിക്കുന്ന് ബീച്ചിലാണ് ജില്ലയിലെ സമാപന പരിപാടി. ജില്ലയിലെ വികസന പ്രശ്നങ്ങളും ലഹരി മാഫിയയുടെ അതിപ്രസരവും ചൂണ്ടിക്കാട്ടി നടക്കുന്ന ചർച്ചയിൽ നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PK ഫൈസൽ,
BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി എന്നിവർ പങ്കെടുക്കും. 24 കാസർഗോഡ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമരം ചെയ്യുന്ന 3 വനിതാ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. എന്നാൽ പരമാവധി നിയമനം നടത്തണം എന്നാണ് സമരം തുടരുന്നവരുടെ ആവശ്യം. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാൻ പോകുന്നു. ഒരുപാട് പേർ ദിവസങ്ങളായി നടത്തിയ സമരം, പ്രതിഷേധം, അതിന് ഫലമുണ്ടാവുന്നില്ല. ഇന്നത്തോടുകൂടി സമരം അവസാനിപ്പിച്ചവർ മടങ്ങാൻ തന്നെയാണ് തീരുമാനം. വിശദമായ വിവരങ്ങൾ എന്താണ് മേഘന? റീജിത്ത്, നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. പിന്നീട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം അവർക്ക് ഈ ജോലിയെ പറ്റി അടക്കമുള്ള ഈ കാക്കി യൂണിഫോം അടക്കം സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? കാരണം 26 വയസ്സിൽ മാത്രം പ്രായമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് അവരുടെ സ്വപ്നം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് പ്രായോഗികമല്ല. ഇത്രയും പേരെ ഒരു ജോലിക്കായി നിയമനം നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗം. ഇന്ന് ഈ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 19ാം ദിവസമാണ്. അവർ കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ അവരിവിടെ സമരം ഇരിക്കുകയാണ്. നമുക്കിപ്പോഴും കാണാം, അവർ പലരും ഉറക്കം എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ഈ ഒരു സമരപന്തൽ എന്ന് പറയുന്നത് കഴിഞ്ഞ 18-19 ദിവസങ്ങളായി സജീവമാണ്. അവർ പലതരത്തിലുള്ള സമരങ്ങൾ ചെയ്തു. അത് ഈ സഹന സമരം, അത് ഞങ്ങൾ ഈ ജോലിക്ക് അർഹരാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സഹന സമരങ്ങൾ കണ്ടു. അത് ഈ കൈയും കാലും കെട്ടിയുള്ള സമരമടക്കമുള്ള ഈ തറയിലൊക്കെ ഇരുന്ന് അവർ ഇങ്ങനെ ഇഴഞ്ഞുമൊക്കെ സമരം നടത്തി. അവരുടെ ദേഹത്ത്, പലരുടെയും ദേഹത്ത് ഈ മുറിവിൻ്റെ പാടുകളൊക്കെ കാണാനുമുണ്ട്. പക്ഷേ ഒരു ഫലം ഉണ്ടാകുന്നില്ല. അവർക്ക് ഈ ജോലി എന്നുള്ള സ്വപ്നം ഇന്നും അങ്ങ് ദൂരെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഏപ്രിൽ 19 അവസാന ദിവസം, ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന അവസാന ദിവസം കൂടിയാണ്. ഇന്ന് അവസാനിക്കുകയാണ്, പ്രതീക്ഷകൾ അവസാനിക്കുകയാണെന്നത് പറയേണ്ടി വരും അല്ലേ? ഇന്ന് നമ്മൾ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ലിസ്റ്റിൻ്റെ ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. ഒരു വർഷം എന്ന് പറയുമ്പോൾ 2022 നമ്മൾ തുടങ്ങിയതാണ് ഇതുമായിട്ടുള്ളൊരു. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷം ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റ് ഇതേ സമയം വരുമ്പം ഞങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടോ അതേ സ്വപ്നങ്ങളൊന്നും എങ്ങും എത്താതെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് മുന്നോട്ടുള്ളൊരു നിലപാട് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ശരിക്കും എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ തലേ ദിവസം നല്ലൊരു വേക്കൻസി സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ. അതുപോലെ ഒരു തീരുമാനം ഞങ്ങളുടെ കാര്യത്തിൽ എടുക്കണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് എടുക്കുമായിരിക്കാം, അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് റീജിത്ത്, ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവർ ഇന്നലെ മണിക്കൂറുകൾക്ക് മുന്നേ ഈ 45 പേർക്ക്, ഈ സമരം ചെയ്യുന്ന 3 വനിതാ CPO ഉദ്യോഗാർത്ഥികളടക്കമുള്ള 45 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. പക്ഷേ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പരമാവധി പേർക്ക് നിയമനം നൽകുക, ഈ നിയമന കാലാവധി നീട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് ഇവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമനം പരമാവധി 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റാണ്. അതിൽ ഒരു 70% പേർക്കെങ്കിലും നിയമനം നൽകണമെന്നുള്ളതാണ് അവർ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ തന്നെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ അവസാന മണിക്കൂറും ഇനി എന്തെങ്കിലും തരത്തിലൊരു അഡ്വൈസ് മെമ്മോ ഇവർക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർ കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ മറ്റൊരു തരത്തിൽ ഈ ദിവസങ്ങൾ നീണ്ട 18 ദിവസം നീണ്ട ഒരു സമരം, അത് ഫലമുണ്ടാകുന്നില്ല. അവരുടെ സഹന സമരം, അത് അവർ സ്വയം വേദനിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ഇരുന്നത്, സമരം ചെയ്തത്. അതിന് ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി അവർ ഇവിടെ നിന്ന് പങ്കുവയ്ക്കുന്നു. ശരി, മേഘന മുരളി വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നിരാഹാരം 1 മാസവും രാപ്പകൽ സമരം 70ാം ദിവസവും പിന്നിടുമ്പോഴും അനുനയത്തിലെത്താതെ ആശാ വർക്കേഴ്സിന്റെ സമരം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തുടരുകയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. മന്ത്രി വി ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സമരത്തിൽ മറ്റ് സർക്കാർ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. VM സുധീരൻ അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇന്നലെയും സമരപ്പന്തലിൽ ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യോഗത്തിൽ ചർച്ചയാകും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. UDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷമേ CPIM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. UDFൽ ഉണ്ടാകാൻ ഇടയുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുക്കണമെന്ന തീരുമാനം CPIM എടുത്തിട്ടുണ്ട്. KK രാഗേഷ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്ന ചർച്ചകളും യോഗത്തിൽ ഉണ്ടായേക്കും. പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഷ്ട്രീയ നിയമനം വേണമോ അതോ ഉദ്യോഗസ്ഥതല നിയമനം വേണമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പാർട്ടി അംഗീകരിക്കും.
നാഷണൽ ഹെറാൾഡ് കേസിൽ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഇന്ന് യോഗം ചേരും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം. മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ അഭിഷേക് മനു സിംഗ്വി യോഗത്തിൽ പങ്കെടുക്കും. കേസിനെ നിയമപരമായി നേരിടുന്നതിനൊപ്പം തുടർ പ്രതിഷേധങ്ങളും ചർച്ചയാകും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ചുമതലയുള്ളവർ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ സമ്മേളനത്തിന് പിന്നാലെയുള്ള ഇ ഡി നീക്കം രാഷ്ട്രീയം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. പശ്ചിമബംഗാളിലെ മാൽഡയിൽ ഗവർണർ CV ആനന്ദബോസിനെ കാണാൻ കലാപബാധിതരെ അനുവദിച്ചില്ല എന്ന ആരോപണം. പുനരധിവാസ ക്യാമ്പുകൾക്ക് മുന്നിൽ കലാപബാധിതർ പ്രതിഷേധിച്ചു. ഗവർണറെ കാണുന്നതിൽ നിന്ന് പോലീസ് തടഞ്ഞു എന്നാണ് കലാപബാധിതരുടെ ആരോപണം. മാൽഡ സന്ദർശിച്ച ഗവർണർ പുനരധിവാസ ക്യാമ്പ് സന്ദർശിച്ച് കലാപബാധിതരുമായി സംസാരിച്ചു. പ്രദേശത്തെ സാഹചര്യം ഗവർണർ വിലയിരുത്തി. സ്ഥിതിഗതികൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഗവർണർ CV ആനന്ദബോസ് പറഞ്ഞു. കലാപബാധിതരുടെ പുനരധിവാസം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയതായും ഗവർണർ അറിയിച്ചു. ദേശീയ വനിതാ കമ്മീഷന്റെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംഘങ്ങൾ കലാപബാധിത മേഖല സന്ദർശിച്ച് മൊഴിയെടുത്തു. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ അപകടത്തിൽ ഇന്ന് വനംവകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും. കോന്നിയുടെ ചുമതലയുള്ള റാന്നി DFO ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് റിപ്പോർട്ട് നൽകുക. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 24 ബ്രേക്കിംഗ്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് റിജിത്ത്, ഈ കോന്നി ആനക്കൂട്ടിൽ 4 വയസ്സുകാരൻ്റെ ദാരുണാന്ത്യത്തിൽ വനം വകുപ്പ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാഥമികമായി ഈ കോന്നിയിലെ ഈ ആനക്കൂടുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് വനം വകുപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ നിരവധി ആളുകൾ എത്തുന്ന ആനക്കൂട്ടിൽ കൃത്യമായ ഒരു സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിൽ വീഴ്ച പറ്റി. ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് തൂണിൻ്റെ ഉൾപ്പെടെ ബലക്ഷയം സംബന്ധിച്ച് തരത്തിൽ പരിശോധനകൾ നടത്തിയില്ല. ഇതിൻ്റെ ബലക്ഷയം ഉണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനായില്ല എന്നതിൽ വലിയൊരു വീഴ്ചയാണ്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് മുകളിലേക്ക് നൽകിയില്ല എന്നാണ് പ്രാഥമികമായി വനം വകുപ്പിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദക്ഷിണ മേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ തിങ്കളാഴ്ച വനം വകുപ്പിന് റിപ്പോർട്ട് നൽകും. ഇന്നെന്തായാലും കോന്നിയുടെ ചുമതല വഹിക്കുന്ന റാന്നി DFO ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് കോന്നിയിൽ നിന്ന് നൽകും. ഈ റിപ്പോർട്ടിലായിരിക്കും ഏത് തരത്തിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വേണ്ടത് ഉൾപ്പെടെയുള്ള പ്രാഥമികമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ട് കൈമാറും. അതിനുശേഷം തിങ്കളാഴ്ചയായിരിക്കും മന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് നൽകുക. മന്ത്രിക്ക് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും കടക്കുക. നിലവിൽ ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞ ദിവസം വീട്ടുകാർക്ക് വിട്ടു നൽകിയിരുന്നു. ഇന്ന് പൊതുദർശനം ഉൾപ്പെടെ വീട്ടിൽ നടക്കും. ഒപ്പം തന്നെ നാളെ പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവുക. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഇന്നലെ അഭിരാം എന്ന 4 വയസ്സുകാരന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഇന്നലെ ആ തൂണിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. വലിയ ബലക്ഷയമാണ് പ്രാഥമികമായി തന്നെ അവിടെ കണ്ടെത്താലും വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രാഥമികമായി ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ. റാന്നി DFO സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഡ്രൈവർ ജോലി ക്ലച്ച് പിടിക്കാതായതോടെ കൃഷിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ 1.5 ഏക്കറിൽ വിവിധ പച്ചക്കറികൾ വിളയിച്ച് നേട്ടം കൊയ്യുകയാണ് കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ വിനോദ് കുമാർ. വിനോദിന്റെ കൃഷി വിശേഷങ്ങൾ കാണാം. ഏറെക്കാലം ഡ്രൈവറായും വെൽഡിംഗ് തൊഴിലാളിയായും ജോലി ചെയ്തെങ്കിലും അതൊന്നും പച്ച പിടിച്ചില്ല. പിന്നീടാണ് ചാത്തമംഗലം നായർക്കുഴിയിലെ 1.5 ഏക്കർ വയലിൽ കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ മത്തൻ, ചിരങ്ങ, പാവൽ, പടവലം, വെണ്ട, പയർ തുടങ്ങി 15 ഇനം പച്ചക്കറികൾ സമൃദ്ധമായി വിളയിക്കുന്നുണ്ട്. കൂടാതെ തണ്ണിമത്തനും വിളയിക്കുന്നു. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ കൃഷി ഇറക്കുക എന്നതാണ് വിനോദിന്റെ രീതി. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു വന്ന ഒരാളല്ല. എൻ്റെ ജോലി ഡ്രൈവറായിരുന്നു. അതിനുശേഷം ഇൻഡസ്ട്രിയൽ വർക്ക് തുടങ്ങി. അതിനുശേഷം ഞാൻ ഗ്യാസ് ഏജൻസിൻ്റെ വണ്ടിയിൽ കുറേ കാലം പോയി. അവിടുന്ന് ഒരു മെച്ചം കിട്ടിയില്ല. അങ്ങനെ അവസാനം അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഒരു വർഷം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തായാലും കൃഷിയിലേക്ക് ഇറങ്ങാം. കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടമാണ് ഒന്നും ഒക്കൂലെന്ന് എല്ലാവരും പറയാം. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പാട്ടം കൊടുത്തിട്ടാണെങ്കിൽ ശരി, നല്ല രീതിയിൽ എനിക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ റോഡരികിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ തട്ടിൽ വെച്ച് വിനോദ് കുമാർ തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. ജൈവ കൃഷിയായതിനാൽ ആവശ്യക്കാർ ഏറെയുണ്ട്. ഭാര്യ ജിബിനയും മക്കളായ പവൽ, പല്ലവ് എന്നിവരും മികച്ച പിന്തുണ നൽകുന്നു. ലാഭമല്ലെന്ന് പറഞ്ഞ് കൃഷി ഉപേക്ഷിക്കുന്നവർക്ക് ഈ കർഷകൻ മാതൃകയാണ്. 24 കോഴിക്കോട്.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഗതിമാറി ഒഴുകിയ പുന്നപ്പുഴയിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും മരത്തടികളും മാലിന്യങ്ങളും നീക്കാൻ നടപടി തുടങ്ങി. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ നീക്കം നടക്കുന്നത്. ഗതിമാറി ഒഴുകിയ പുന്നപ്പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന നടപടി മഴക്കാലത്തിന് മുമ്പ് വേണം എന്നാണ് ഉയരുന്ന ആവശ്യം. ഉരുളെടുത്ത കഴിഞ്ഞ ജൂലൈ 30 മരണത്തിനൊപ്പം പലതും അടർത്തിക്കൊണ്ടുവന്നു പുന്നപ്പുഴ. പലയിടത്തും പുഴ ഗതിമാറിയൊഴുകി. ദുരന്തത്തിനിപ്പുറം പുഴയിൽ ശേഷിക്കുന്നത് കൂറ്റൻ പാറകളും മരത്തടികളും ഒഴുകിയെത്തിയ പല അവശിഷ്ടങ്ങളുമാണ്. ഇപ്പോൾ നേർത്തൊഴുകുകയാണ് പുന്നപ്പുഴ. പുഴയുടെ ഒഴുക്കിന് തടസ്സമായ അവശിഷ്ടങ്ങൾ ആദ്യഘട്ടത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയിടാനാണ് ശ്രമം. പുഴയുടെ അരികു സംരക്ഷണത്തിനായി പാറയടക്കം ഉള്ളവ ഉപയോഗിക്കും. മഴേൻ്റെ മുമ്പ് എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും നല്ലത്. കാരണം എടുത്തു പറയത്തക്ക ഇപ്പോൾ നമുക്കല്ല വേനൽ മഴകൾ ഈ ഭാഗങ്ങൾ ശക്തമാണ്. അടുത്ത ദിവസങ്ങളൊക്കെ ശക്തമായി പെയ്യുന്നുണ്ട്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ചെയ്യണം. ഇന്നലെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ജിറ്റാച്ചി അടക്കം വന്നിട്ടുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈനെ വിളിച്ചപ്പോൾ അടുത്ത തിങ്കളാഴ്ചയോട് കൂടിയിട്ട് എല്ലാ സാമഗ്രികളും എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വേലിപ്പാലത്തിൻ്റെ അടുത്ത് മാറിയിട്ട് നമ്മൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞ പോലെ തന്നെ പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. 8 കിലോമീറ്ററോളം ദൂരം പുഴ വഴിമാറി ഒഴുകിയിട്ടുണ്ട്. പുഴയുടെ പുനരുജ്ജീവനത്തിനൊപ്പം മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷണം അടക്കമുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മാലിന്യ നീക്കത്തിന് കോഴിക്കോട് NIT വിദഗ്ധരുടെ സാങ്കേതിക സഹായമുണ്ട്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് പുഴയുടെ പുനരുജ്ജീവന കരാർ. 195 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പദ്ധതി. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും പുന്നപ്പുഴ പഴയപടിയാകണം. അതിനായി ഈ പ്രവൃത്തികൾക്കെല്ലാം വേഗം കൂടണം. അതാണ് ഇന്നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. മനു ദാമോദരനൊപ്പം ചൂരൽമലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയിലെ ഇന്ത്യൻ മേളയിൽ ഒപ്പന അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ദമാമിലെ മൊഞ്ചത്തികൾ. നിരവധി വേദികളിൽ ഒപ്പന അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സൗദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒപ്പന കളിക്കാൻ കഴിഞ്ഞ സന്തോഷം ഇവർ 24മായി പങ്കുവച്ചു. സുബൈർ ഉദ്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസ്കാൻ പാർക്കിലെ ഇന്ത്യൻ ആഘോഷമേളയിനാണുള്ളത്. ഇവിടെ ഞങ്ങളുടെ മൊഞ്ചത്തീസ് അവരുടെ കൂടെയാണ് ഞങ്ങളുള്ളത്. കാരണം വെച്ചാൽ ഇവർ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. നിരവധി സ്റ്റേജുകളിൽ ഒപ്പന കളിച്ചവരാണ് ഈ മൊഞ്ചത്തിമാരെല്ലാം. അല്ലേ, എല്ലാവരും മൊഞ്ചത്തിമാരല്ലേ? അപ്പോൾ ആ മൊഞ്ചത്തിമാരെല്ലാം ഇന്ന് മധുരാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഇവിടുത്തെ ജിയയുടെ ഈ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഈ വേദിയിൽ വെച്ച് ഇവർക്ക് ഒപ്പന അവതരിപ്പിക്കാനൊരു ചാൻസ് കിട്ടിയല്ലേ? എന്ത് തോന്നുന്നു? മണമോട്ടോട് ചോദിക്കാം. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, സന്തോഷമായല്ലേ? മോൾക്ക് എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചപ്പോ? നല്ല സന്തോഷം തോന്നി. ഈ സന്തോഷം പറയാനുള്ള കാരണം എന്താ? ഒരു വലിയൊരു സൗദി ഗവൺമെന്റ് ഒരു വലിയ സ്റ്റേജിൽ കളിച്ചില്. യെസ്, അതിന്റെ സന്തോഷത്തിലാണല്ലേ? തീർച്ചയായിട്ടും. എത്ര ദിവസം എടുത്തു നിങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ? 1 month എടുത്തു. ഒരു മാസം പ്രാക്ടീസോടെ ഞങ്ങള് ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ട്. ഇത് ഒത്തിരി ആൾക്കാരാണ്, ഇതൊരു വലിയൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ അല്ലേ നേരത്തെ തുടങ്ങി? എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് നല്ല പവർ ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല അസലായി കളിക്കാൻ പറ്റിയോ? ഇവരാണ് ഈ കുട്ടികൾക്കുള്ള പ്രാക്ടീസൊക്കെ നൽകിയതല്ലേ? ഈ കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് വേദികളിൽ ഒപ്പന കളിച്ചവരാണ് ഈ മൊഞ്ചത്തിമാരെല്ലാം. ഇതൊരു പക്ഷേ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മൾ സൗദി മിനിസ്ട്രീൻ്റെ കീഴിലുള്ളതാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അപ്പോഴേ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വീഡിയോ അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഈ പാരൻസ് മൊത്തം എല്ലാവരും അപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത്. മക്കളുണ്ടോ ഇതിനകത്ത്? എൻ്റെ മോളാണ്. മോളാണ്. എങ്ങനെ തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ? സന്തോഷമായോ? ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും നല്ലൊരു വേദി ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റിയില്ല. പ്രവിശ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി വരുന്നത് അല്ലേ? സന്തോഷമാണ്. വലിയൊരു സ്റ്റേജ് അല്ലേ ഇത്? സൗദി ഗവൺമെന്റിന്റെ കീഴിൽ ഇവരെ ഇവിടത്തേക്ക് വരുത്തിയത് തന്നെ വളരെ സന്തോഷമായി. ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. മക്കൾ നന്നായി കളിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. പോകുന്ന സമയത്ത് ഇങ്ങനെ മനസ്സ് വല്ലാതെ ഇങ്ങനെ പിടയുന്നുണ്ടായിരുന്നു. എല്ലാം കഴിയുമ്പോഴേ എന്ത് തോന്നുന്നു ടീച്ചറെ? അതെ, വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഈസ്റ്റേൺ പ്രൊവിൻസിൽ ഇങ്ങനത്തെ ഒരു പരിപാടി, ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അതിൽ നമ്മുടെ മാപ്പിള കലകളും എല്ലാം വന്നു. അത് നമുക്ക് സ്റ്റേജിൽ കാണാൻ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരുണ
കൊച്ചു മൊഞ്ചത്തിമാരോടൊപ്പം ദമാമിൽ നിന്നും സുബൈറുദ്ദീനൂർ. കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം M. ജയചന്ദ്രൻ ഏറ്റുവാങ്ങി. തളി ക്ഷേത്രത്തിൽ 50 വർഷം മേളക്കാരനായ തിരുവല്ല രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി KC രവീന്ദ്രവർമ്മ രാജ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയവർ പങ്കെടുത്തു.